2026 വർഷത്തിൽ തമിഴിൽ നിന്ന് വരുന്ന പ്രേക്ഷകർ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? 2026 വരുന്ന പ്രധാനപ്പെട്ട തമിഴ് സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. 2026 പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തമിഴ് സിനിമകളിൽ ഞാൻ ആദ്യം പറയുന്നത് ശിവകാർത്തികേയൻ നായകനാകുന്ന പരാശക്തി എന്ന സിനിമയാണ്. സുറൈ പോട്ര എന്ന ചിത്രത്തിനു ശേഷം സുധാ കൊങ്കരെ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പരാശക്തി. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന പരാശക്തി ശിവകാർത്തികേയൻ, ബേസിൽ ജോസഫ്, രവി മോഹൻ, അഥർവ, ശ്രീലീല തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. ശ്രീലീലയുടെ ആദ്യത്തെ തമിഴ് ചിത്രം കൂടിയാണ് പരാശക്തി. 1965 തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥി നേതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ശിവകാർത്തികേയന്റെ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പരാശക്തി എന്തുകൊണ്ടും എല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയുകയാണ് തമിഴ് സിനിമാ മേഖലയിൽ നടനായി സംവിധായകനായി നിറഞ്ഞു നിൽക്കുന്ന അഥർവ. ശിവകാർത്തികേയന്റെ 25ാം സിനിമയാണ് പരാശക്തി. ജി വി പ്രകാശിന്റെ 100ാമത്തെ സിനിമ എന്ന പ്രത്യേകതയും പരാശക്തിക്കുണ്ടെന്ന് അഥർവ പറയുന്നു. ചെന്നൈയിൽ നടന്ന ചിത്രത്തിന്റെ ലോഞ്ച് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാ കൊങ്കരയും അർജുൻ നടേശനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജി വി പ്രകാശാണ് സംഗീതം കൈകാര്യം ചെയ്തത്. ഡോൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ആകാശ് ഭാസ്കരനാണ് പരാശക്തിയുടെ നിർമ്മാണം. ശിവകാർത്തികേയൻ നായകനും രവി മോഹൻ അഥവാ ജയൻ രവി വില്ലനുമാകുന്ന ഈ ഒരു ചിത്രം ഒരു വൻ മുതൽ മുടക്കിലൊരുങ്ങുന്ന സിനിമയാണ്. 2026 ജനുവരി 10 വേൾഡ് വൈഡായിട്ട് ഈ സിനിമ റിലീസിനെത്തുകയാണ്. ഈ ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന തമിഴ് സിനിമയാണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വന്ന കൈദി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം. പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണിത്. ലോകേഷിൻ്റെതായി സിനിമാ പ്രേക്ഷകർ കൊതിയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൈദി 2. ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും കിട്ടുന്ന സ്വീകാര്യതയും വളരെ വലുതാണ്. ഇപ്പോഴിതാ കാർത്തി നായകനായെത്തുന്ന കൈദി 2 എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ലോകേഷ് കനകരാജ്. കൈദി 2വിൽ ലിയോയിൽ നിന്നും വിക്രത്തിൽ നിന്നുമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ലോകേഷ് മനസ്സ് തുറന്നത്. കൈദി 2 സിനിമയും LCUവിലെ ത്രില്ലിംഗ് ചിത്രമാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് സംവിധായകൻ ലോകേഷ് കനകരാജ്. കാർത്തിയുമായി ചേർന്ന് കൈദി നിർമ്മിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിനുള്ള ആലോചന മനസ്സിലുണ്ടായിരുന്നില്ലെന്ന് ലോകേഷ് പറഞ്ഞു. സിനിമയുടെ അവസാനം ദില്ലി എന്ന നായക കഥാപാത്രത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ചൊരു സൂചന നൽകി പ്രീക്വലിന് സാധ്യതയിട്ടാണ് അവസാനിപ്പിച്ചത്. 10 വർഷം ജയിലിൽ കിടക്കുന്നതിന് മുൻപ് ദില്ലി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന ഒരു കഥ വികസിപ്പിക്കാൻ ഞങ്ങൾ പദ്ധതി ഇട്ടിരുന്നു. പിന്നീടാണ് അതൊരു യൂണിവേഴ്സായി വികസിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. കൈദി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സായി വികസിക്കുമ്പോൾ ലിയോ, വിക്രം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും, ലോകേഷ് കനകരാജ് പറഞ്ഞു. സിനിമാറ്റിക് യൂണിവേഴ്സ് കഥ പറച്ചിലിൽ ധാരാളം സമയം ലഭിക്കുമെന്നും സിനിമകളിലെ പല കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് നീണ്ട ആമുഖങ്ങൾ ഒഴിവാക്കി കഥയിലേക്ക് നേരിട്ട് ഇറങ്ങാമെന്നും ലോകേഷ് കനകരാജ് പറഞ്ഞു. ലോകേഷ് കനകരാജ് ഒരുക്കിയ കണക്റ്റഡ് ആക്ഷൻ ചിത്രങ്ങളുടെ പരമ്പരയാണ് കൈദിയിൽ തുടങ്ങി കമലഹാസന്റെ വിക്രം, വിജയുടെ ലിയോ എന്നിവയിലൂടെ വികസിച്ച ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ LCU. കൈദി 2, വിക്രം 2, ലിയോ 2, സൂര്യയുടെ കഥാപാത്രമായ റോളക്സിന്റെ ഒരു സ്പിൻ ഓഫ് എന്നിവയാണ് LCUവിൽ ഇനി പ്രതീക്ഷിക്കുന്ന ചിത്രങ്ങൾ. കൈദി 2 സിനിമയെ പറ്റിയുള്ള മറ്റ് അപ്ഡേറ്റുകളൊന്നും ലഭ്യമല്ലെങ്കിലും സിനിമ ഉടൻ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൈദി 2 ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തമിഴ് ചിത്രത്തെ പറ്റിയാണ്. സർദാർ 2. കാർത്തി നായകനായെത്തുന്ന സർദാർ 2 സംവിധാനം ചെയ്യുന്നത് PS മിത്രനാണ്. രത്നകുമാർ, ആഷ്മീര അയ്യപ്പൻ, വിഘ്നേഷ് മുനിയാണ്ടി എന്നിവരാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കാർത്തിയെ കൂടാതെ SJ സൂര്യ, മാളവിക മോഹൻ, രജീഷ വിജയൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സാം CS ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. 2022 പുറത്തിറങ്ങിയ സർദാർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് സർദാർ 2. കാർത്തിയുടെ സർദാർ 2 എന്ന ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തമിഴ് ചിത്രത്തെ പറ്റിയാണ്. നടിപ്പിൻ നായകൻ സൂര്യ നായകനാകുന്ന സൂര്യയുടെ 46ാമത്തെ ചിത്രം. സൂര്യ 46 എന്ന താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രം തെലുങ്ക് ഹിറ്റ് മേക്കർ വെങ്കി അറ്റ്ലൂരിയാണ് സംവിധാനം ചെയ്യുന്നത്. സിത്താര എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മമിത ബൈജു ആണ് നായികയെത്തുന്നത്. ഹൈദരാബാദിൽ വെച്ചായിരുന്നു സൂര്യ 46ന്റെ പൂജാ ചടങ്ങുകൾ നടന്നത്. ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനവും നിമിഷ് രവി ഛായാഗ്രഹണവും നിർവഹിക്കുന്നു.
മമിത ബൈജുവിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. നേരത്തെ സൂര്യ ബാല ചിത്രമായ വണങ്കാനിൽ മമിതയും ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. പിന്നീട് തിരക്കഥയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സൂര്യ ചിത്രത്തിൽ നിന്നും പിന്മാറി. അതോടെ മമിതയും ആ സിനിമ ഉപേക്ഷിച്ചു. തുടർന്ന് അരുൺ വിജയ് ആണ് സൂര്യയുടെ വേഷം ചെയ്തത്. മമിതയുടെ വേഷത്തിൽ ഋത എത്തി. തൻ്റെ ഇഷ്ടതാരമായ സൂര്യയ്ക്കൊപ്പം അഭിനയിക്കുക എന്നത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നുവെന്നും പല അഭിമുഖങ്ങളിലും മമിത പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂര്യ 46 എന്ന ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് ലോകമെമ്പാടുമുള്ള സിനിമാ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു തമിഴ് ചിത്രത്തെ പറ്റിയാണ്. ജയിലർ 2. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഹൈപ്പിലാണ് ജയിലർ 2 ഒരുങ്ങുന്നത്. ഓരോ ദിവസവും വമ്പൻ താരങ്ങൾ ജയിലർ 2വിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരികയാണ്. ആദ്യ ഭാഗത്തിനേക്കാൾ വലിയ ബഡ്ജറ്റിലും സ്റ്റാർ കാസ്റ്റിലുമാണ് ചിത്രം ഒരുങ്ങുന്നത്. രണ്ടാം ഭാഗത്തിൽ രമ്യ കൃഷ്ണനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്നത്. ആദ്യ ഭാഗത്തിനേക്കാൾ വലിയ ബഡ്ജറ്റിലും സ്റ്റാർ കാസ്റ്റിലുമാണ് ചിത്രം ഒരുങ്ങുന്നത്. രണ്ടാം ഭാഗത്തിൽ രമ്യ കൃഷ്ണനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്നത്. ആദ്യ ഭാഗത്തിൽ രജനിയുടെ ഭാര്യയായി വേഷമിട്ട രമ്യ കൃഷ്ണൻ രണ്ടാം ഭാഗത്തിൽ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മകനെ കൊന്ന മുത്തുവേൽ പാണ്ഡ്യനെതിരെ കുടുംബം രംഗത്തെത്തുന്നുണ്ടെന്നും രമ്യ കൃഷ്ണന്റെ നെഗറ്റീവ് ഷെയ്ഡ് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചിത്രമായിരിക്കും ജയിലർ 2 എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പടയപ്പയ്ക്ക് ശേഷം രജനിക്കെതിരെ രമ്യ കൃഷ്ണൻ വേഷമിടുന്ന ചിത്രമായി ജയിലർ 2 മാറിയേക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. കുടുംബത്തിന്റെ എതിർപ്പിനും ദേഷ്യത്തിനുമിടയിൽ പുതിയ വില്ലന്മാരെയും രണ്ടാം ഭാഗത്തിൽ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന് നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. നെൽസൺ എന്ന സംവിധായകൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ട് ഇനിയും 2 മാസം കൂടി ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവരുടെ രംഗങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ആദ്യ ഭാഗത്തേക്കാൾ സ്ക്രീൻ ടൈം കൂടുതലുള്ള കഥാപാത്രമാണ് ശിവരാജ് കുമാറിൻ്റെതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അടുത്തിടെ ചിത്രത്തിന്റെ ഗോവൻ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു. മോഹൻലാലിന് പുറമെ വിജയ് സേതുപതിയും ഈ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ആദ്യ ഭാഗത്തിലേക്കാൾ വലിയ വില്ലൻ ഗ്യാങ്ങിനെ മുത്തുവേൽ പാണ്ഡ്യന് നേരിടേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ചിത്രത്തിൽ ഒരുപിടി മലയാളി താരങ്ങളും അഭിനയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമ്മൂട്, കോട്ടയം നസീർ, ഷൈം ടോം ചാക്കോ, വിനീത് തട്ടിൽ, സുജിത് ശങ്കർ, സുനിൽ സുഗത, അന്ന രാജൻ എന്നിവർക്ക് പുറമെ വിനായകനും ജയിലർ 2വിൻ്റെ ഭാഗമാകുന്നുണ്ട്. SJ സൂര്യയാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 2026 മാർച്ചിൽ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാകുമെന്നും ഓഗസ്റ്റിൽ ചിത്രം പുറത്തിറങ്ങുമെന്നുമാണ് കരുതുന്നത്. എന്തായാലും ജയിലർ 2 എന്ന ചിത്രം ഒരു വൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും മുമ്പ് വിജയുടേതായി വരുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇനി വിജയുടെ ഒരു സിനിമ ഇറങ്ങുകയില്ലെന്നാണ് പ്രതീക്ഷ. ഈ ഒരു ചിത്രത്തിനായി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ആരാധകർ ആകാംക്ഷയോടെയും വലിയ പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് ദളപതി വിജയ് പ്രധാന വേഷത്തിലെത്തുന്ന ജനനായകൻ. വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായുള്ള വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന പ്രത്യേകതയുണ്ട്. പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈനറായാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയെന്നാണ് വിവരം. ഇത്തവണത്തെ വിജയ് ചിത്രം വലിയ വരവേൽപ്പോടെയായിരിക്കും ആരാധകർ സ്വീകരിക്കുക. പൊങ്കൽ റിലീസായി 2026 ജനുവരി 9 ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു. ആക്ഷൻ ത്രില്ലർ ചിത്രമായ ജനനായകന് 3 മണിക്കൂറും 6 മിനിറ്റുമാണ് ദൈർഘ്യമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്നാൽ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം സംബന്ധിച്ച് നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഡിസംബർ 31 ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്നാണ് വിവരം. സിനിമയുടെ ആദ്യ ഷോ രാവിലെ 8 മണി മുതൽ മാത്രമേ ആരംഭിക്കൂ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ സിനിമയുടെ ആദ്യ പ്രദർശനം 8 മണി മുതലാകും. ചിത്രത്തിന്റെ ഓവർസീസ് വിതരണക്കാരായ ഫാർസ് ഫിലിംസ് ആണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. അതേസമയം വിജയ് ആരാധകർ കേരളത്തിലുടനീളം പുലർച്ചെ 4 മണി മുതൽ ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ വിവരമനുസരിച്ച് ചാർട്ട് ചെയ്തിരിക്കുന്ന ഷോകൾ റദ്ദാക്കപ്പെടാനാണ് സാധ്യത. ദളപതി വിജയ് അവതരിപ്പിക്കുന്ന ജനനായകൻ സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന ഒരാളാണ്. അഴിമതിക്കും അനീതിക്കും മുന്നിൽ തലകുനിക്കാതെ അധികാര കേന്ദ്രങ്ങളോട് നേർക്കുനേർ പോരാടുന്ന നായകന്റെ യാത്രയാണ് ജനനായകൻ എന്നാണ് സൂചന. പവർഫുള്ളായ 2 വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഈ ചിത്രമെന്ന സൂചനയുമുണ്ട്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ഗൗതം വാസുദേവമേനോൻ, നരേൻ, പ്രകാശ് രാജ്, പ്രിയാമണി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കിട്ട് നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് അനിരുദ്ധാണ്. സിനിമയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. ദളപതി കച്ചേരി എന്നാണ് ഗാനത്തിന്റെ പേര്. അതേസമയം ഇതിനോടകം പുറത്തിറങ്ങിയ ടീസർ ഒരു പക്ക മാസ് പടമായിരിക്കുമെന്നാണ് സൂചന നൽകുന്നത്. 2026 ജനുവരി 9 ചിത്രം വേൾഡ് വൈഡായി റിലീസിനെത്തുന്നത്. ദളപതി വിജയുടെ അവസാന ചിത്രമായിട്ടുള്ള ജനനായകൻ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 2026 പ്രേക്ഷകർ കാത്തിരിക്കുന്ന തമിഴ് ചിത്രങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക.